ഹായ്. അപ്പോൾ നമ്മൾ ആദ്യ വീഡിയോയിൽ പഠിച്ചതിന് ബാക്കി കുറച്ച് കാര്യം. ഓക്കെ, ആദ്യ വീഡിയോ നമ്മൾ എന്താ പറഞ്ഞത്, ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻസ് 3 ക്ലാസ്. അതൊക്കെയായിരുന്നു ഗ്രീൻ ആൽഗ, ബ്രൗൺ ആൽഗ, റെഡ് ആൽഗ. അതിന് മറ്റു പേരുകളാണ് പഠിക്കേണ്ടത്. ഗ്രീൻ ആൽഗ ക്ലോറോഫൈസി, ബ്രൗൺ ആൽഗ ഫിയോഫൈസി, റെഡ് ആൽഗ റോഡോഫൈസി. അവയുടെ സെൽ വാൾ മെറ്റീരിയൽ എന്താണ്, റിസർവ് മെറ്റീരിയൽ എന്താണ്, സെൽ വാളിന്റെ അകത്തും പുറത്തും എന്താണ്, ഫോട്ടോസിന്റെ പിഗ്മെന്റ് എന്താണ്, പിന്നീട് സെക്ഷൽ റീപ്രഡക്ഷന്റെ സ്കോറിന്റെ സ്വഭാവം എന്താണ്, ഗ്യാമറ്റിന്റെ സ്വഭാവം എന്താണ്, എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളൂ. അത് ഓരോ ഗ്രൂപ്പ് ഒന്ന് വിശദമായിട്ട് നമുക്ക് പഠിക്കും. അതിനു മുമ്പ് അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ കറക്ഷൻ വന്നത് ഞാനത് എഡിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അതായത് ഗ്രീൻ ആൽഗയിലെ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വരുന്നിടത്തോടത്ത് 2 വസ്തുക്കൾ ഐസ്ക്രീമിലൊക്കെ ചേർക്കുമെന്ന് പറയും. അതിൽ ഞാനത് അഗർ അഗർ ആൻഡ് കരാഗീനിൻ എന്നാണ്. അഗർ അഗർ എന്ന് പറയുന്നത് ഞാനിവിടെ ആൽജിൻ എന്നാ പറഞ്ഞത്, അതുകൊണ്ട് തിരുത്തിയിട്ടുണ്ട്. അഗർ അഗർ ആൻഡ് കരാഗീനിൻ അതാണ് എടുക്കുന്നത്. അതിൽ ഗ്രാസിലേറിയ ജെരീഡിയം എന്നിന് എടുക്കുന്നത് അഗർ അഗറാണ്, അതാണ് ഐസ്ക്രീമിൽ ചേർക്കുന്നത്. മറ്റു ചില ആൽഗയിൽ എടുക്കുന്നതാണ് കരാഗീനിൻ, അതിലാണ് കോസ്മെറ്റിക്സിൽ ചേർക്കുന്നത്. അത് ഓർത്തോണം, നോട്ട് എന്തെങ്കിലും തെറ്റിയിട്ട് തിരുത്തിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആൽഗ അതിന് ക്ലോറോഫൈസി. മറ്റു വരുന്നതാണ് ഗ്രീൻ ആൽഗ. ആ ചാപ്റ്ററിൽ എഴുതിയ കാര്യങ്ങൾ നോക്കി. ഇവയുടെ ഫോട്ടോസിന്റെ പിഗ്മെന്റ് എന്താണ്, ക്ലോറോഫിൽ എയും ബിയും, ഒപ്പം സാന്തോഫിൽ, കരോട്ടിൻ എന്നീ ചില പിഗ്മെന്റിൽ കുറേശ്ശെ കാണും. അല്പാൽപ്പം സാന്തോഫിലും കരോട്ടിനും കൂടെ കാണും. പക്ഷെ പ്രധാന പിഗ്മെന്റ് ഇവയാണ്. പിന്നെ അവയുടെ ഫോട്ടോസിന്റെ പിഗ്മെന്റ് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസർവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റാർച്ച് അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ അതിനകത്ത് എത്തിയിട്ടുണ്ട്. അവിടെ സെല്ലുലാർ മെറ്റീരിയൽ ഇന്നർ സെല്ലുലോസും പുറമെയായിട്ട് പെക്റ്റിനുമാണ്. എസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് ഫ്ലജലേറ്റഡ് ആയിരിക്കും, മോട്ടൈൽ ആയിരിക്കും. മാത്രമല്ല ഫ്ലജൽ അതിന്റെ എപ്പിക്കൽ പാർട്ടിലായിരിക്കും. സെക്ഷൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, ബൈഫ്ലജലേറ്റ് മോട്ടൈൽ ഗ്യാമേറ്റ് ആയിരിക്കും. ഇത് ഈ എസെക്ഷൽ സ്പോറിന് 2 മുതൽ 8 ഫ്ലജലുകൾ വരെ കാണും. പിന്നെ എക്സാമ്പിൾസ്. ഇത് കൂടാതെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ, ഇതിനകത്തുള്ള മെമ്പേഴ്സിനെല്ലാം തന്നെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇതുവരെ നമ്മൾ ക്ലോറോഫിൽ എന്ന് പറഞ്ഞു പഠിച്ചതാണ്. അതായത് ബാക്ടീരിയ വരുമ്പോഴത്തെ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അതിനകത്ത് കാണും. ആ പിഗ്മെന്റ് ആണ് സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന പേരിലേക്ക് കൊണ്ടുവരുന്നത്. സയനോ ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. 2 തരം പിഗ്മെന്റ് ഉണ്ട്, ഗ്രീൻ പിഗ്മെന്റും ബ്ലൂ പിഗ്മെന്റും. ഗ്രീൻ പിഗ്മെന്റ് ക്ലോറോഫിലാണ്, ബ്ലൂ പിഗ്മെന്റ് ഫൈക്കോസയാനിനാണ് എന്ന് ഞാൻ പറഞ്ഞാണ്. പക്ഷെ അവിടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഇല്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓർത്ത് നോക്കി, ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഇലയാണ്. ഇലയിൽ ഒരു സെല്ല് ഞാൻ എടുക്കുക, ഒരു സെല്ലാണ്. ഈ സെല്ല് പ്ലാന്റ് സെല്ലാണ്. ശരിക്കും വലിയൊരു വാക്യൂളാണ്, ഒരു ന്യൂക്ലിയസ് ആണ്, പഠിച്ചാണ്. അതിനകത്തെല്ലാം ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്, മൈറ്റോകോൺഡ്രിയ ലൈസോസോം ഒക്കെ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലോറോപ്ലാസ്റ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ട്യൂബിലൈറ്റിസ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും. പരന്ന തളികളുടെ കൂട്ടം കാണും, അതിനെ ലാമല്ല എന്ന് വിളിക്കും. ലാമല്ലകൾ കാണും, പരന്ന തളികൾ. അവയുടെ കൂട്ടത്തിൽ ഗ്രാന എന്ന് പറയും, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ. അപ്പൊ നമ്മുടെ രക്തത്തിൽ RBCയുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ പറയും ഉഴുന്നു വളർത്തിയിരിക്കുകയാണ്. ഈ RBC എന്ന് പറയുന്നത് മനുഷ്യ രക്തത്തിലൊന്നല്ല, ചുവന്ന രക്തമുള്ള എല്ലാ ജന്തുവിന്റെ RBC ഇതേ ഷേപ്പാണ്. ശരി, അതുപോലെ പച്ച നിറമുള്ള ഏത് ചെടിയുടെ ക്ലോറോപ്ലാസ്റ്റ് എടുത്താലും ഇതേ ഷേപ്പാണ്. എന്നാൽ ആൽഗയുടെ ക്ലോറോപ്ലാസ്റ്റ് എടുക്കുമ്പോൾ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ആൽഗയുടെ ക്ലോറോപ്ലാസ്റ്റ് ഡിഫറെന്റ് ഷേപ്പ്, അതാ പറയുന്നത്. ഇത് ഞാൻ വായിക്കാൻ പോവാണ്. ഇത് നമ്മൾ നേരത്തെ ചാർട്ട് പഠിച്ച കാര്യമുണ്ട്, ഓർത്ത് വെക്കണം. അതേ ഉള്ളൂ, ജസ്റ്റ് ഓർത്താകും. ഞാൻ വായിക്കാൻ പോകും. ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഗ്രീൻ ആൽഗ അഥവാ ക്ലോറോഫൈസിയുടെ ക്ലോറോപ്ലാസ്റ്റിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പല ഷേപ്പുകൾ. അത്ര എടുക്കുക, കപ്പ് ഷേപ്പ്, ഇൻക്ലാമിഡോമോണസ്. ക്ലാമഡോമോണസ് കപ്പ് ഷേപ്പാണ്. അതെന്താണ്? ഇവിടെ ഈ ഷേപ്പാണല്ലോ, ഡിസ്ക് പോലെ ഇരിക്കുന്ന ഈ സാധനത്തിന് ക്ലാമഡോസ് വരുമ്പോൾ കപ്പ് പോലെ ഇരിക്കും. ഇതാണ് ക്ലാമഡോമോണസ്. ഇതിന്റെ പടം ഞാൻ ആരും വീട്ടിരുന്നു. അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ എന്താണ്? കപ്പ് ഷേപ്പിൻ ക്ലാമഡോമോണസ്. മനസ്സിലായില്ല? അങ്ങനെ ഓരോരോ ആൽഗയ്ക്ക് ഓരോരോ ഷേപ്പുകളാണ് ആർക്കുള്ളത്, ക്ലോറോപ്ലാസ്റ്റ്. നമുക്ക് നോക്കാം. കപ്പ് ഷേപ്പാണ് ഇങ്ങനെ ക്ലാമഡോമോണസ്. റിബൺ ഷേപ്പ് ആൻഡ് സ്പൈറൽ ഷേപ്പാണ് ആർക്ക്? സ്പൈറോഗ്ലിഫി. അപ്പോ സ്പൈറൽ ഷേപ്പ് അഥവാ റിബൺ ഷേപ്പ്,
in Spirogyra. Spirogyra ഗ്രീൻ ആൽഗ ഉണ്ട്. അതിന്റെ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നതിന് റിബൺ പോലെ. സ്പൈറോഗൈറ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ കുളത്തിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ 4 മതി. അതിലൊരു സെൽ അവിടെ എല്ലാവർക്കും ആണ്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് സ്പൈറോഗൈറയുടെ ഒരു സെൽ. അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഇങ്ങനെ രണ്ടെണ്ണം ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. So this is the shape of the chloroplast of Spirogyra. ഈ ഷേപ്പാണ് കാണേണ്ടത്. പക്ഷെ കണ്ട പലതിലും പല ഷേപ്പാണ്. ഈ വേറെ ഷേപ്പ് നോക്കാം നമുക്ക്. ഗ്രിഡിൽ ഷേപ്പ് ഇൻ യൂരോതെക്സ്. ഗ്രിഡിൽ ഷേപ്പ് യൂരോതെക്സ് എന്നൊരാൾക്കുണ്ട്. THRAX. അതിന് ഗ്രിഡ് ഷേപ്പാണ്. നമുക്ക് ഇതാണ് യൂരോതെക്സ്. ഫിലമെന്റസ് ആണ് കേട്ടോ. ഇത് ഒരു സെൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അതിനകത്ത് ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ മടക്കി വെക്കും. ഇതാണ് ഗ്രിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഗ്രിഡ് ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കിയ ഇതൊരു പേപ്പറാന്ന് വെച്ചോളൂ ഇങ്ങനെ മടക്കി. ഇതാണ് ഗ്രിഡ് ഷേപ്പ്. ഗ്രിഡ് ഇതേ ഷേപ്പാണ്. ആർക്ക് യൂരോതെക്സ്. ഇതെല്ലാം എൻട്രൻസ് തന്നെ ചോദിക്കത്തുള്ളൂ. നമ്മൾ സാധാരണ വിഷയം ചോദിച്ച് കാണാറില്ല. ഇതിന് പുസ്തകത്തിലുള്ളതെല്ലാം എല്ലാം പറയുന്നു. പുസ്തകത്തിനകത്ത് ഷേപ്പുകൾ മാത്രമേ പറഞ്ഞ എക്സാമ്പിൾ പറയുന്നില്ല. ഞാൻ ഷേപ്പും എക്സാമ്പിൾ പറയുന്നു കേട്ടോ. ഇനി സ്റ്റാർ ഷേപ്പിംഗ് സിഗ്നിമ. സ്റ്റാർ ഷേപ്പ് സിഗ്നിമ അതായത് സ്റ്റാർ ഷേപ്പ്. ഇതേപോലത്തെ സെല്ല് തന്നെയായിരിക്കും. നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെ. അത് ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം കാണും. പക്ഷേ ഇതൊരു സ്റ്റാർ പോലെ. സോ സ്റ്റാർ ഷേപ്പിൽ സിഗ്നിമ. റെറ്റിക്കുലേറ്റ് തുടങ്ങിയത് ഇതാണ് സെല്ല്. ഇങ്ങനെ 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 ഏണി പോലെ ലാഡറിലേക്ക് പറയുന്നത് റെറ്റിക്കുലേറ്റ്. പടമൊന്നും പഠിച്ചതിന് കുഴപ്പമില്ല. നിങ്ങൾ ചാർട്ട് മനസ്സിലാക്കി എൻട്രൻസ് പഠിക്കുന്ന കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ബാക്കിയാണ് ഈ ഷേപ്പ് മാത്രം കൊടുക്കുന്നത്. അത് ഈ എക്സാമ്പിൾ കൊടുക്കുന്നില്ല. എൻട്രൻസിന് എക്സാമ്പിൾ കൊടുക്കും. അത് നോക്കൂ. കപ്പ് ഷേപ്പിൽ ലാംഡോമോണാസ്. സ്പൈറൽ ആൻഡ് റിബൺ ഷേപ്പിൽ സ്പൈറോഗൈറ. ഗ്രിഡ് ഷേപ്പിൽ യൂരോതെക്സ്. സ്റ്റാർ ഷേപ്പിംഗ് സിഗ്നിമ. ഡിസ്ക് ഷേപ്പിംഗ് കോളർപ. റെറ്റിക്കുലേറ്റ് ഗിഡോഗോണിയം. ഇതിനകത്ത് ഷേപ്പിനകത്ത് പറയാനുള്ളത് ഗിഡിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പേപ്പർ മടക്കി പോലെ ഒരു ഷേപ്പാണ്. സ്റ്റാർ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. ഡിസ്ക് ഷേപ്പ് ഡിസ്ക് പോലെ ഇരിക്കും. റെറ്റിക്കുലർ ഏഴി പോലെ ലാഡർ ലൈക്ക് ഭാഗം. ലാഡർ ലൈക്ക് ഭാഗം. So these are different shape of chloroplast in green alga. Okay, അത് മനസ്സിലാക്കണം. ഇനി വേറെ കാര്യം പറയാം. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഒരു നോട്ട് വരെ കുറിച്ച് വെച്ചേക്കാം. ഇനി ഞാൻ ക്ലാമോൺസിൽ നിന്ന് വലുതായിട്ട് വരയ്ക്കുകയാണ്. എന്താണെന്ന് പറയാം. ഗ്രീൻ ആൽഗ. കപ്പ് ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ്. ഇത് ന്യൂക്ലിയസ് ആണ്. ഇനി നമ്മുടെ ശരീരത്തിൽ അധികമുള്ള ഫുഡിനെ എങ്ങനെ സ്റ്റോർ ചെയ്യും? ഈ സ്റ്റോർ ഇറ്റ് ആസ് ഫാറ്റ് ആൾസോ ആസ് ഗ്ലൈക്കോജൻ അല്ലേ. വലിച്ചു എങ്ങനെ സ്റ്റോർ ചെയ്യും? ആസ് കാർബോഹൈഡ്രേറ്റ്. ഇവിടെയും കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് പഠിച്ചിട്ടുള്ളത്. പക്ഷെ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? സെല്ല് മൊത്തത്തിലാണോ? അല്ല, ഒരു പ്രത്യേക ഭാഗത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ് സ്ട്രക്ചർ. ഇതിന്റെ പേര് പൈറിനോയിഡ് എന്നാണ്. Pyrenoid. So what is pyrenoid? It is a structure inside the green algae containing reserved material. അപ്പോൾ reserved material സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിന്റെ പേരാണ് pyrenoid. പരീക്ഷയോട് ചോദിച്ചാൽ where do green algae store its reserved material? It is stored in pyrenoid. What are pyrenoid? They are reserved material storing bodies found in the green alga. ശരിയാണല്ലോ. ഈ pyrenoid പരിശോധിക്കുകയാണെങ്കിൽ നടുക്കായിട്ടൊരു പ്രോട്ടീൻ കോർ എന്ന് വെച്ചാൽ സെൻട്രൽ ഏരിയ lined by starch കവർ ചെയ്ത് ഏത്തക്ക അപ്പം എന്ന് പറയുന്നത് പച്ചക്കറിക്കട നല്ല ചായക്കട നോക്കിയിരുന്ന് ഏത്തക്ക പൊയി നമ്മൾ അതങ്ങനെ ഉണ്ടാകുന്നത് ഏത്തക്ക കീറിയിട്ട് മൈദ നോക്കി എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കും അല്ലേ. അപ്പം ഏത്തക്ക പുറത്ത് ഒരു കവർ അല്ലേ. ചിലപ്പോൾ അന്ന് വിറ്റിലേക്ക് അടുത്ത ദിവസം കടക്കാരെ ഒന്നും കൂടെ തന്നെ മാവിനകത്ത് ഊറ്റി പൊരിച്ചെടുക്കണം. എത്ര കവറാണ്? 2 കവർ അല്ലേ. ഇങ്ങനെ കവറിന് എണ്ണം കൂടി വരാം. ഒരാഴ്ച കഴിഞ്ഞൊക്കെ വാങ്ങുകയാണെങ്കിൽ 7 കവർ വരെ കാണും. കാരണം ഓരോ ദിവസം തൂക്കിയിടുന്നുണ്ടാണ്. ഇതേപോലെ നടുക്കിരിക്കുന്ന നേരത്തെ പ്രോട്ടീൻ കവർ ചുറ്റുമുള്ള പ്രോട്ടീൻ കോർ എന്ന് വെച്ചാൽ സെന്റർ റീജിയൻ ചുറ്റും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കാണും. ഇതാണ് ഇത് പൈറിനോയിഡിന്റെ സ്ട്രക്ചർ. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാലോ. ഒന്ന് ചോദ്യം, വാട്ട് ആർ പൈറിനോയിഡ്? ഉത്തരം, they are the reserved
ഫുഡ് മെറ്റീരിയൽ സ്റ്റോറിംഗ് സ്ട്രക്ചർ എന്ന ഗ്രീൻ ആൽഗ. രണ്ട് വാട്ട് ഇസ് ഇറ്റ് സ്ട്രക്ചർ? ഇറ്റ് കണ്ടെയ്ൻസ് എ സെൻട്രൽ പ്രോട്ടീൻ കോർ കവേർഡ് ബൈ സ്റ്റാർച്ച് ഷീറ്റ് അഥവാ സ്റ്റാർച്ച് ലെയേഴ്സ്. ധാരാളം പ്ലാന്റോൺസ് മാത്രമല്ല എല്ലാ ഗ്രീൻ ആൽഗയ്ക്കും അല്ലെ. അപ്പൊ ഗ്രീൻ ആൽഗയുടെ ഫുഡ് സ്റ്റോറേജ് സ്ട്രക്ചർ ആണ് പൈലിനോയിഡ്. അതൊരു പോയിന്റ്. ബാക്കി നമ്മൾ പഠിച്ച തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. Some algae in some algae food material stored as oil droplet. Oil droplets. In some algae food is stored as oil droplet. ചില ആൽഗയ്ക്കകത്ത് ഫുഡ് ഇങ്ങനെ ഓയിൽ ഡ്രോപ്ലെറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഫാറ്റ് തന്നെയാണ് ഓയിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി സെൽവാൾ ഇന്നർ സെല്ലുലോസ് ഔട്ടർ പെക്ടോസ് പഠിച്ചാണ് ചാറിനകത്ത്. പിന്നെ asexual reproduction by fragmentation. Vegetative reproduction by fragmentation. പഠിച്ചാണല്ലോ. ഒരു ഫിലമെന്റ് സ്പൈറൽ ഇവിടെ വെച്ച് മുറി രണ്ട് സ്പൈറൽ പറഞ്ഞാണ് ഫ്രാഗ്മെന്റേഷൻ. asexual reproduction by spore. സ്പോർ എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. സ്പോർ ഹാസ് എ സ്ട്രക്ചർ സിമിലർ ടു ദിസ് ഗോലി. ആൻഡ് ഇതാണ് സാധനത്തിന്റെ അവിടെ രണ്ട് പതിലോ 2 to 8 ഫ്ലജല്ല വരെ കാണും. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ, സ്പോറിന്റെ സ്ട്രക്ചർ. ഗാമേറ്റ് ഈസ് ആൾസോ ഹാവിംഗ് എ സ്ട്രക്ചർ സിമിലർ ടു ദാറ്റ് ഓഫ് സ്പോർസ്. മോട്ടൈൽ ഗാമേറ്റും മോട്ടൈൽ സ്പോർ രണ്ടിനും എത്ര ഫ്ലജല്ല വരെ കാണാം? ഗാമേറ്റ് 2 ഫ്ലജല്ലേ കാണും, സ്പോർ 2 മുതൽ 8 വരെ ഫ്ലജല്ല കാണും. ഈ സെക്ഷൽ റീപ്രഷൻ നമ്മൾ എന്താ പഠിക്കുന്നത്? ഐസോഗമി ഉള്ളത്, അനൈസോഗമി ഉള്ളതുണ്ട്, ഊഗമി ഉള്ളതുണ്ട് അല്ലേ. സെക്ഷൽ റീപ്രഷൻ ബൈ ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. ഉള്ളൂ. പിന്നെ എക്സാംസ് പഠിക്കാണ്ട് ഇപ്പൊ പഠിച്ച എല്ലാ എക്സാമ്പിൾ അല്ലേ. ഇപ്പൊ ഇവിടെ കുറെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ പഠിച്ച എല്ലാ എക്സാമ്പിൾ അല്ലേ. ഏതൊക്കെ ഞാൻ എഴുതി? ക്ലാമോഡോൺസ് എഴുതി, സ്പൈറോഗർ എഴുതി, യൂലോത്തെറ്റ്സ് എഴുതി, സിഗ്നിമ എഴുതി, കോളർപ്പ എഴുതി, ഈഡഗോണി എഴുതി അല്ലേ. ഒക്കെ എക്സാമ്പിളാണ്. എന്നാൽ അത് കൂടാതെ കാര എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, വോൾബോക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരയുടെ വോൾബോക്സിന്റെ ഒക്കെ പടം കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇതെല്ലാം ഗ്രീനാൽഗകളാണ്. ഗ്രീനാൽഗയെ കുറിച്ച് എല്ലാം ആയിരുന്നു. എന്താണ് പറഞ്ഞത് നോർത്തു നോക്കൂ. ഗ്രീൻ ആൽഗയുടെ സ്ട്രക്ചർ പറഞ്ഞു. ഗ്രീൻ ആൽഗയ്ക്ക് എന്താ പേര് കൊടുക്കാൻ കാരണം ക്ലോറോ ഏതൊക്കെയാണ്? എയും ബിയും ആണുള്ളത്. സാന്ദ്രത താല്പര്യമൊക്കെ കുറഞ്ഞ അവരുണ്ട്. പിന്നെ ആ ചാർട്ടുള്ള കാര്യം ഞാൻ വീണ്ടും പറയുന്നില്ല. പിന്നെ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഡിഫറെന്റ് ഷേപ്പാണ്. അതിലൊന്ന് കപ്പ് ഷേപ്പാണെന്ന് പറഞ്ഞു, അതിനുള്ള ഏതാണെന്ന് പറഞ്ഞു. ചിലത് ഗ്രിഡ് ഷേപ്പ് ആയിരിക്കും, ചിലത് ഡിസ്ക് ഷേപ്പ് ആയിരിക്കും, ചിലത് റെറ്റിക്കുലേറ്റ് ആയിരിക്കും, ചിലത് സ്പൈറൽ ആയിരിക്കും. എല്ലാ എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ പൈറോഡ് എന്നാണ് ഞാൻ പറഞ്ഞു. പൈറോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആൽഗയുടെ ഫുഡ് സ്റ്റോറേജ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചില ആൽഗകൾ ഓയിൽ ഡ്രോപ്ലെറ്റ് ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ റീപ്രഷനെ കുറിച്ച് പറഞ്ഞു. വെജിറ്റേറ്റീവ് റീപ്രഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, അസെക്ഷൽ ബൈ സ്പോർ. സ്പോറിന്റെ സ്ട്രക്ചർ നമ്മൾ ചാർട്ടിൽ പഠിച്ചതാണ്. ഇപ്പൊ പറഞ്ഞു സെക്ഷൽ റീപ്രഷൻ, ഐസോഗമി, അനൈസോഗമി, ഊഗമി എക്സാമ്പിൾസ് കഴിഞ്ഞല്ലോ. ഇതൊക്കെ പഠിച്ചാലും ആ ചാർട്ടാണ് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനം ഓർത്താം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ബ്രൗൺ ആൽഗ. ബ്രൗൺ ആൽഗ മറ്റു വരുന്നതാണ് POSA. അഥവാ ബ്രൗൺ ആൽഗെ. ചാർട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ കാര്യമില്ലല്ലോ. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഏതാണ്? ക്ലോറോപ്ലെയും സിയും. പക്ഷെ പ്രധാന പിഗ്മെന്റ് ഫ്യൂക്കോസാന്തിൻ. റിസർവ് മെറ്റീരിയൽ മാനിറ്റോൾ ആൻഡ് ലാമിനാറിൻ. സെൽവാൾ ഇന്നർ സെല്ലോസ് ഔട്ടർ ആൽജിൻ. അതാണ് ആൽജിൻ. അവിടെ എനിക്ക് കൺഫ്യൂഷൻ വന്നത് ആൽജിൻ. പിന്നെ അവിടെ പിന്നീട് ഗ്യാമേറ്റും സ്പോറും. ഗ്യാമേറ്റ് സ്പോർ എന്ന് പറയുന്നത് പൈറിഫോ, പയർ പോലെയുള്ള സ്പോർ. 2 ഫ്ലജല്ല, അൺഈക്വൽ. ഗ്യാമേറ്റും അതുപോലെ തന്നെയാണ്, 2 ഫ്ലജല്ല. പറഞ്ഞു പ്രധാനപ്പെട്ട ഫോട്ടോസിന്തറ്റിക് ബ്രൗൺ നിറം കൊടുക്കുന്നത് ഫ്യൂക്കോസാന്തിനാണ്. ഇത് കൂടാതെ ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇവ മെമ്പേഴ്സ് കൂടുതലും മറൈനാണ്. അതായത് നമ്മുടെ കുളത്തിൽ നിന്നൊക്കെ കിട്ടത്തില്ല. ഇവ കടലിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതേസമയം സ്പൈറൽ നമ്മുടെ കുളത്തിലേക്ക് ഉള്ളതാണ്. അപ്പോൾ ഫ്രഷ് വാട്ടർ ഫോമാണ്. പക്ഷെ ഇതിനകത്ത് മെമ്പേഴ്സ് ഒക്കെ തന്നെ മറൈനാണ്. ദെൻ സിമ്പിൾ സ്ട്രക്ചർ മുതലുള്ളത്, ചെറിയ സിമ്പിൾ സ്ട്രക്ചർ മുതൽ ഇങ്ങനെയുള്ളത്, ഇങ്ങനെയുള്ള സ്ട്രക്ചർ വരെയുള്ളത് തുടങ്ങിയിട്ട് പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച് വരെയുള്ളത്. ഇങ്ങനെ വലുതായി ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് വളരെ വലുതായി പോയി എത്ര വരെ? 100 മീറ്റർ വരെ. ജയന്റ് കെൽപ്പുകൾ, മാക്രോസിസ്റ്റസ് എന്ന് പറഞ്ഞില്ലേ, അത് ഇതിനകത്താണ് വരുന്നത് അല്ലേ. അപ്പൊ ഈ ഫിയോഫൈറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ആൽഗകൾ മുതൽ 100 മീറ്റർ വരെ വലുതാകുന്ന ജയന്റ് ആൽഗകൾ വരെ. ഞാൻ ആദ്യ വീടിക്കകത്ത് ഇൻസൈറ്റ് പടം കാണിച്ചല്ലോ, മരം പോലെ നിൽക്കുന്നുണ്ട്, കടലടി ഇങ്ങനെ മരം പോലെ നിൽക്കുകയാണ്. അതുവരെയുള്ള ജയന്റ് ക്ലിപ്പുകൾ വരെ ഇതിനകത്താണ് ഉള്ളത്.
സോ എക്സാമ്പിൾ മാക്രോസിസ്റ്റ്. മനസ്സിലായോ? അപ്പൊ സ്പൈറോഗേര പോലെ നല്ല ആശയം ഇത് ചെറുതാണ്, പക്ഷെ ചെറുത് മുതൽ അതിമാരകമായ ഭീകരന്മാരായിട്ടുള്ള ആളുകൾ വരെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു കപ്പലിന്റെ യാത്ര വരെ മുടക്കുന്ന, അതായത് കപ്പലിന്റെ പ്രൊപ്പലറിൽ കുരുങ്ങി കപ്പൽ നിന്നു അത്രയ്ക്ക് പടർന്നു വളരുന്ന ആളുകൾ വരെ ഉണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾ കടലിന്റെ അടിയിലുള്ള ഷൂട്ടിങ്ങുള്ള ഷാർക്ക് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ കാണാം. കടലിന്റെ അടിയിൽ ഒരുപാട് ചെടികൾ നിൽക്കുന്നതാണ്. ഇംഗ്ലീഷ് കടലിന്റെ അടിയിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അറിയാം. അതെല്ലാം തന്നെ ഒരുപാട് ഇവ തന്നെയാണ്. ഇനി മറ്റൊന്ന് ഫോട്ടോസിന്തറ്റിക് ക്ലോറോഫിലെയും സിയും അതെല്ലാം നമ്മൾ പറഞ്ഞതാണ് അല്ലെ. റിസോർട്ട് കുട്ടിയിൽ ലാമിനാർ മാനിറ്റോളാണെന്ന് പറഞ്ഞു. ഫോട്ടോസിന്തറ്റിക് ക്ലോറോഫിലെയും സിയും കൂടാതെ കരോട്ടിനോട് സാന്തോമിലും കൊണ്ട് ചെറിയ അളവിലാണ്, പക്ഷെ അതിനേക്കാളെല്ലാം കൂടുതലുള്ള ഫ്യൂക്കോസാണ്. അതുകൊണ്ടാണ് എനിക്ക് ബ്രൗൺ കളർ കിട്ടുള്ളത് എടുത്തു പറഞ്ഞു. ഇനി ഇവിടെ സെൽവാളിന്റെ സെല്ലോസ് ആണ്, ഔട്ടർ ആൽജിൻ ആണെന്ന് പറഞ്ഞു. ദെൻ ഇവ സെൻട്രലി പ്ലേസ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും എന്ന് പറയുന്നത്. ബാക്കൂടി ചെറുതായതുകൊണ്ട് ന്യൂക്ലിയസ് ആർ സെൻട്രലി പ്ലേസ്ഡ്, അത് ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഇങ്ങനെയുള്ള ഒരു മെമ്പറിന്റെ കാര്യം പറയാൻ പോകുന്നു. നേരത്തെ നമ്മൾ ദീനാളുടെ കാര്യം പറഞ്ഞു. ഭാഷമാർ ഒന്നി വെള്ളത്തിൽ പോയി കിടക്കും, അല്ലെ വെള്ളത്തിൽ ഒഴുകി കിടക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് ലാമിനേറിയ എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. പണ്ട് കഴിഞ്ഞ മരംപോലേക്ക് തന്നില്ല. ഇത് വേറെന്ന് പറയുന്ന ഭാഗം ഹോൾഡ് ഫാസ്റ്റ്. ഹോൾഡ് ഫാസ്റ്റ്. ഈ തണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റൈപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റൈപ്പ്. ഏത് പഠിക്കുന്ന ഭാഗത്ത് ഫ്രോൺ എന്നാണ്. ഫ്രോൺ ഒരു മരം പോലെയൊക്കെ തോന്നും, പക്ഷെ ഒരിക്കലും ഒരു സ്റ്റെമ്പ് റൂട്ട് ലീവൊന്നും ഇല്ലല്ലോ. അതിന് പകരമായ സ്ട്രക്ചർ. ഇത് പാറപ്പുറത്തിനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നതാണ്. പാറയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനമാണ്. ഹോൾഡ് ഫാസ്റ്റ്. വാക്കിൽ തന്നെ ഹോൾഡ് പിടിക്കുക, ഫാസ്റ്റ് മുറുകി പിടിക്കുക അർത്ഥം തന്നെ അല്ലേ. സോ വാട്ട്സ് അറ്റാച്ചിങ് സ്ട്രക്ചർ ഓഫ് ബ്രൗൺ ആൽഗ? ഹോൾഡ് ഫാസ്റ്റ്. വാട്ട്സ് സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ? സ്റ്റൈപ്പ്. വാട്ട്സ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ? ഫ്രോണ്ട്. ഇതൊക്കെ പരീക്ഷ ചോദിച്ചേക്കാം. ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരരുത്, അതാണ് പറയുന്നത്. So in Phaeophyceae, members have attaching structure called hold fast. It's a stem-like structure is called stipe, and the leaf-like flat structure is called frond. പടം കാണുന്ന സ്റ്റൈലിൽ വ്യക്തമായിട്ട് കാണാം. ലാമിനേറിയ, അതുപോലെ സർഗാസം, ഇതിനകത്തെല്ലാം സ്ട്രക്ചേഴ്സ് മനസ്സിലായി. അത് ഓർത്തോളുക. പിന്നെ റിസർവ് മെറ്റീരിയലൊക്കെ നമ്മളെ ചാർട്ട് പഠിച്ച കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് ഫ്ലോറിഡിൻ റിസർവ് മെറ്റീരിയൽ മാനിറ്റോഡ് ലാമിനാറിനുമാണ് എന്ന് പറഞ്ഞു അല്ലെ. അതെല്ലാം ഓർത്തോളുക. പിന്നെ സെക്ഷൽ റീപ്രഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, വെജിറ്റേറിയൻ റീപ്രഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, സെക്ഷൽ റീപ്രഷൻ ബൈ സ്പോർസ്. സ്പോർസ് സഞ്ചരിക്കുമോ? സഞ്ചരിക്കരുത്. സഞ്ചരിക്കും. ഷേപ്പ് എന്തുവാണ്? പൈറിഫോം, പിയർ പോലെയുള്ള രണ്ടു ഫ്ലജല്ലേ വേണം. ഗാമറ്റ് രണ്ടു ഫ്ലജല്ലുള്ള പയറിന്റെ ഷേപ്പുള്ള ഗാമറ്റ്. അപ്പോൾ ഇത് പരീക്ഷയിൽ ചോദിക്കാം. നെയിം എ ഗ്രൂപ്പ് ഓഫ് ആൽഗേ വിച്ച് ഹാസ് പൈറിഫോം, ഗാമറ്റ് ആൻഡ് സ്പോർ. ചോദിച്ചാൽ മതി, പിന്നെ പ്രതീക്ഷിച്ചാൽ മതി. ബോർഡ് എക്സാമിന് ആ ചാർട്ട് പഠിച്ചു, അത് ബോർഡ് എക്സാമിന് അതേ ചോദിക്കത്തുള്ളൂ. ഇതൊക്കെ ചോദിച്ചാൽ എഴുതണം, പഠിച്ചിരിക്കും. പിന്നെ സെക്ഷൽ റീപ്രഷൻ ഉണ്ട്. ഐസോഗമി, അനൈസോഗമി ഒന്നും പറയേണ്ട കാര്യമില്ല. എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് പ്രൊഫസറിൽ പറഞ്ഞതെല്ലാം പറഞ്ഞ എക്ടോകാർപ്പസ്, ഡിക്യോട്ട, ലാമിനേറിയ, സർഗാസം, ഫ്യൂക്കസ്. ഇത് പറയേണ്ട കാര്യമില്ല, കാണാൻ പഠിക്കുന്ന നിവൃത്തിയുള്ളൂ. ഡിക്യോട്ട, ലാമിനേറിയ, സർഗാസം, ഫ്യൂക്കസ് ഇതൊക്കെ തന്നെ നമ്മുടെ ബ്രൗൺ ആൽഗകളാണ്. ബ്രൗൺ ആൽഗ ആകെ എഴുതി വയ്ക്കാത്ത ഈ കാര്യമില്ല. What is the leaf-like structure? What is the frond-like stem-like structure? What is hold fast? പടങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് പടങ്ങൾ വന്നിട്ട് എൻട്രൻസ് ചോദിക്കാറുണ്ട് ബോർഡ് എക്സാമിന്. പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. സോ ലെറ്റ്സ് തിങ്ക് അബൌട്ട് റെഡ് ആൽഗ. പേരെന്താണ്? റോഡോഫൈസിയേ. റോഡോഫൈസിയ അഥവാ റെഡ് ആൽഗ. കാലിക്കസ് നമ്മൾ പഠിച്ചിട്ടിരിക്കുക, അതുകൊണ്ട് എളുപ്പം കാര്യം പറഞ്ഞു. ഇപ്പൊ തന്നെ പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആ കൈക്ക് കൂടത്തിൽ ക്ലോറോഫിലയിൽ ഡി. സാമാന്യ കാര്യം ചെറിയ ആളുകൾ കണ്ടിട്ടുണ്ട്, അതില്ലാതെ എനിക്ക് നിൽക്കാനേ പറ്റില്ല. ഫോട്ടോസ് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റില്ല. പിന്നെ അത് അടിഞ്ഞാൽ സെൽവാൾ മെറ്റീരിയൽ, സെൽവാൾ ഇന്നർ സെല്ലോസ്, ഔട്ടർ പെക്ടോസ് പ്ലസ് പോളിസൾഫേറ്റ് എസ്റ്റർ. അത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിസർവ് മെറ്റീരിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. പിന്നെ ഗാമേറ്റ് നോൺ മോട്ടൽ ഗാമേറ്റ്, സ്പോർ നോൺ മോട്ടൽ. എക്സാമ്പിൾസ് അത് കഴിഞ്ഞു. ഇത് കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. മെമ്പേഴ്സ് എല്ലാം മറൈനായിരിക്കും. ഇവിടെ കാണുന്നു എന്നൊക്കെ പറയണ്ട, അതൊരു പ്രധാന പോയിന്റ് ആണ്. യൂഷ്വലി ഫൗണ്ട് ഇൻ ദ വാമർ ഏരിയാസ് ഇൻ ദ സീ. അതായത് കടലിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് ഇത് കാണത്തുള്ളൂ. കാരണം ഇവിടെ നിറം റെഡ് ആണ് അല്ലെ. അപ്പൊ റെഡ് ഒരുപാട് ലൈറ്റ് ഉള്ളത് റെഡ്
ഇനി കൂടുതൽ വലിച്ചെടുക്കാൻ കഴിയണം. റെഡ് നിറമുള്ള വസ്തു റെഡിന് വലിച്ചെടുക്കുകയല്ല, റെഡ് വേണ്ടാത്തതാണ്. നമ്മുടെ വസ്തുവിനെ പച്ച നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? പച്ച റിഫ്ലക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പൊ റെഡ് ആക്കി വേണ്ടാത്തത് ഏതാണ്? റെഡാണെന്ന് പറയും അല്ലേ? ശരിയാ. പക്ഷേ ക്ലോറോഫിൽ ഉണ്ടല്ലോ, ക്ലോറോഫിൽ റെഡിനെ വലിച്ചെടുക്കും. ക്ലോറോഫിൽ വേണ്ടാത്ത പച്ചയല്ലേ. അപ്പൊ പൊതുവെ കാണപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ്. എവിടെയാണ് നല്ല ചൂടുള്ള സ്ഥലത്താണ്, നല്ല ഹൈ ഡെപ്തുള്ള സർഫസുകൾ കാണുന്നതായിട്ട് വരും. പുസ്തകത്തിലുണ്ട്. ആ ഡിസ്കഷൻ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് വലിയ കാര്യമുള്ളത് എൻട്രൻസ് മാർക്ക് പോയിന്റ് മാത്രമാണ് വരിക. പിന്നെയുള്ളത് ഇവയുടെ സ്ട്രക്ചർ, ഇവയിൽ മെമ്പേഴ്സ് കൂടുതൽ മൾട്ടീസ് എല്ലാ മെമ്പേഴ്സ് ആയിരിക്കും. റിസോർട്ടഡ് മെറ്റീരിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് നമ്മൾ പറഞ്ഞു തന്നെയാണ്. റേറ്റിയൽ റീപ്രഷൻ ഫ്രാഗ്മെന്റേഷൻ, എസെക്ടൽ റീപ്രഷൻ ബൈ നോൺ മോട്ടൽ സ്കോർ, നോൺ മോട്ടൽ ഗാമേറ്റ്. ഒക്കെ സിമ്പിൾ അല്ലേ? നമ്മുടെ ചാർട്ട് പഠിച്ചിട്ട് വരുന്നത് പറയണ്ടായിരിക്കില്ല. പിന്നെ എക്സാമ്പിൾസ് ആണ് പറയേണ്ടത്. സെക്ടൽ റീപ്രഷൻ ബൈ ഊഗാമസ്, അങ്ങനെ ഓർക്കണം. അത് ഓർത്തണം. അതൊരു എൻട്രൻസ് പോയിന്റ് ആണ്. ഇവയ്ക്ക് ഐസോഗമി അനീസോഗമിയില്ല, ഊഗമി മാത്രമേ ഉള്ളൂ. മറ്റിടത്തെല്ലാം ഐസോഗമി അനീസോഗമി ഉണ്ട്. ഡാൽക്കിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഊഗമി മാത്രമേ ഉള്ളൂ. ഊഗാമസ് എൻട്രൻസ് പോയിന്റ് ആണ്. അത് ഓർത്തണം. ഉള്ളി ഊഗാമസ് റീപ്രൊഡക്ഷൻ. പിന്നെ പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ ജലീഡിയം. ഇവിടെ പഠിച്ചത് ഗ്രാസിലേറിയ ജലീഡിയം അഗർ തരുന്ന ആശം അല്ലേ? ദാറ്റ്സ് അബൌട്ട് റെഡ് ആൽഗ. അത് നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ആൽഗയെ കുറിച്ച് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞതല്ല, സത്യത്തിൽ നിങ്ങൾ ആ ചാർട്ട് പഠിച്ചാൽ പിന്നെ ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ്. പലവണ പിറ്റേത് കാണുക, നോട്ടൊക്കെ തയ്യാറാക്കി. ഓക്കെ, ഞാൻ എന്റെ പുസ്തകത്തിലെ കാര്യങ്ങളിടാം. കൂടുതൽ കാര്യങ്ങൾ ഡിസ്കഷൻ പറഞ്ഞു.